Hey guys, welcome back to my YouTube channel. Yes, I am here. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയില്ല? ഇപ്പോൾ ഫംഗ്ഷൻ ടെസ്റ്റ്, ബിലിറൂബിൻ, കോൺജുഗേറ്റഡ്, അൺകോൺജുഗേറ്റഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ കണ്ടിന്യൂറ്റി വിട്ടുപോയെങ്കിൽ കുറേ ക്ലാസ് ആയല്ലോ, ജസ്റ്റ് ഒന്ന് കേട്ടേക്കുക. ഓക്കെ, ലിപ്പിഡ് പ്രൊഫൈൽ എന്താണ്? ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ ബോഡിയിൽ ലിപ്പിഡിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അറിയാം അല്ലെ? എന്താ? കൊളസ്ട്രോൾ. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് അല്ലേ? അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈലിൽ എന്തൊക്കെ ടെസ്റ്റ് വരുന്നുണ്ട്? ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, LDL, HDL അല്ലേ? പിന്നെ VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. LDL ആൻഡ് VLDL ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയണോ? ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഒക്കെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, പിന്നെ VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് LDLും VLDLും കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഫ്രിഡ്-വാൾസ് ഇക്വേഷൻ. ഫ്രിഡൊന്നോ എങ്ങനെയും ആ ഫ്രൈഡ് വെച്ചിട്ട് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഓക്കെ നമുക്കറിയാം, വറുത്ത് പൊരിച്ച് കഴിക്കുന്നതിലൊക്കെ കൊളസ്ട്രോൾ കൂടുന്നു പറയും. അപ്പോൾ അങ്ങനെയെങ്കിലും ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് കണ്ടുപിടിക്കുന്ന LDLും VLDLും. VLDL കണ്ടുപിടിക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ 5. ഓക്കെ, നമുക്കിങ്ങനെ വാല്യൂ കിട്ടുമല്ലോ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. റിയാക്ഷൻ വഴി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിസൾട്ട് എടുക്കുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ 5 എടുത്താൽ നമുക്ക് VLDL കിട്ടും. HDLും VLDLും കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും കൂടെ സം എടുത്തിട്ട് ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്തും കിട്ടും? LDLും കിട്ടും. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എന്താ പറയുക, പഠിച്ചതൊന്ന് റീകളക്ട് ചെയ്താൽ തന്നെ നമുക്കത് ഓർമ്മ വരും. അതായത് നമുക്ക് കാണേണ്ടത് LDL ആണ്, ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് ബാക്കി HDLും VLDLും ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ നമുക്ക് LDL കിട്ടും. അല്ല പിന്നെ VLDL കാണുന്നത് ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ 5 ആണ്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. അറിഞ്ഞു വെച്ചാൽ മതി. പേരും എന്താണ്? ഫ്രിഡ്-വാൾസ് ഇക്വേഷൻ. The blood sample for lipid profile should be collected only after 10 to 12 hours of fasting. അതും അറിയാം, നമ്മൾ ഉറങ്ങി എണീറ്റിട്ടല്ലേ ഇതൊക്കെ പോയി നോക്കുന്നത്. കൊളസ്ട്രോൾ ഈസ് ഫൗണ്ട് ഇൻ ഓൾ ബോഡി സെൽ. അതുപോലെ തന്നെ എല്ലാ ബോഡി സെല്ലിലും ഉണ്ട്. ലിവർ ആണ് എന്ത് ചെയ്യുന്നത്? മേക്സ് ഓൾ ഓഫ് ദി കൊളസ്ട്രോൾ ദ ബോഡി നീഡ്സ് ടു ഫോം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നത്? ടു ഫോം സെൽ മെംബ്രെയിൻസ് ആൻഡ് ടു മേക്ക് സർട്ടൻ ഹോർമോൺസിലും ഉണ്ട്, സെൽ മെംബ്രെയിനിലും ഉണ്ട്. അപ്പോൾ ലിവർ ആണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ലിവർ ആണ്. ഓൾസോ മെനി അതർ ഓർഗൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻജസ്റ്റഡ് ഇൻ ദ ഡയറ്റ്. നമുക്ക് ഭക്ഷണത്തിനുള്ളിൽ ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. പിന്നെ the determination of serum cholesterol is one of the important tool in assessing the risk in ഏതാണ്? atherosclerosis. അതുപോലെ തന്നെ ഇൻ ഡയഗ്നോസിസ് ഓഫ് ഫെമിലിയൽ ആൻഡ് നോൺ ഫെമിലിയൽ ലിപ്പീമിയ. അതായത് ലിപ്പീമിയ എന്താ, നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാവുന്ന കണ്ടീഷനാണ് എന്ത്? ലിപ്പീമിയ എന്ന് പറയുന്നത് അല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ atherosclerosis എന്താ? അത് നമ്മുടെ ആർട്ടറിയിൽ കൊഴുപ്പ് അടിഞ്ഞിട്ട് വരുന്ന ഒരവസ്ഥ, ബ്ലോക്ക് ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലേ? ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഈസ് വൺ ഓഫ് ദ മേജർ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് ഡിസീസ്. നമുക്കറിയാം, കൊഴുപ്പ് കൂടിയാൽ എന്തിനെയാണ് ബാധിക്കുക? ഏത് അവയവത്തെയാണ് ആദ്യം ബാധിക്കുക? ഹാർട്ടിനെയാണ്. അത് അറിയാത്തവരായിട്ട് ആരും എന്തായാലും ഉണ്ടാവില്ലല്ലോ ഈ പരീക്ഷ എഴുതാൻ പോകുന്നവർ അല്ലേ? ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക. പ്രീവിയസ്ലി estimation of serum cholesterol is based on color reactions such as Lieberman-Bouchard reaction. അതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ്. കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട ലിപ്പിഡ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റ് പേരാണ് Lieberman-Bouchard reaction. സ്പെസിഫിക് എൻസൈമാറ്റിക് മെത്തേഡ് such as CHOD-PAP. അത് ഓർത്തിരിക്കുക, CHOD-PAP ഓർത്തേക്കാണ്. എങ്ങാനും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പൊതുവെ MLT, ലാബ് ടെസ്റ്റിനൊക്കെ. നമ്മുടെ ടെസ്റ്റിൻ്റെ പേര് എന്നിട്ട് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ CHOD-PAP ഏതാണ്? കൊളസ്ട്രോൾ ആണ്. ദിസ് മെത്തേഡ് ഈസ് നൗ എംപ്ലോയ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെറം കൊളസ്ട്രോൾ. ഓക്കെ, എന്ന് വെച്ചാൽ ലിബർമാൻ-ബുഷാർഡ് പഴയ മെത്തേഡാണ്. ഇപ്പോൾ ഈ എൻസൈമാറ്റിക് മെത്തേഡ് ഏതാണ്? CHOD-PAP ആണ് യൂസ് ചെയ്യുന്നതെന്ന്. കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സെറം കൊളസ്ട്രോൾ വേരീസ് ഫ്രം 150 to 200 mg/% നോർമൽ ലെവൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻ ഹെൽത്തി യങ് അഡൾട്ട്, ഇൻക്രീസ് ഇൻ കൊളസ്ട്രോൾ യൂഷ്വലി റിഗാർഡഡ് ആസ് എ റിസ്ക് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ട് ഡിസീസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ആൻഡ് ഇൻക്രീസ് ഇൻ സെറം കൊളസ്ട്രോൾ, അതിനെയാണ് നമ്മൾ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഓക്കെ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഡയബറ്റിസ് മെലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രം. അല്ലെങ്കിലും ഉണ്ടല്ലോ, ഷുഗർ കൂടിയാൽ ഇതെല്ലാം വരും. എന്ത്? കൊളസ്ട്രോളൊക്കെ കൂടും, ഓർത്തിരിക്കാം. ഡയബറ്റിസ് മെലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആൻഡ് ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, എ ഡിക്രീസ് ഇൻ സെറം കൊളസ്ട്രോൾ, ഹൈപ്പോ കൊളസ്ട്രോളീമിയ, ഈസ് ഫൗണ്ട് ഇൻ ഹൈപ്പർതൈറോയിഡിസം. നേരത്തെ എന്താ പറഞ്ഞത് നമ്മൾ? ഹൈപ്പോതൈറോയിഡിസം. അതായത് തൈറോയിഡിൻ്റെ അളവ് കുറയുമ്പം കൊളസ്ട്രോൾ കൂടും. ഇപ്പോൾ പറഞ്ഞു തൈറോയിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസത്തിൽ അപ്പോൾ എന്താണ്? ഹൈപ്പോ കൊളസ്ട്രോളീമിയാണ്.
ദെൻ ഹെപ്പറ്റോസെല്ലുലർ ഡാമേജ്, അനീമിയ, ഓക്കെ, എക്സെപ്റ്റ് ഹെമറേജ്. അതായത് ഹെമറേജ് കാരണമായിട്ടുണ്ടാകുന്ന അനീമിയ അല്ല പറയുന്നത്, അല്ലാതെ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ അനീമിയ വരുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും? കൊളസ്ട്രോളിൻ്റെ അളവും കുറയും. പിന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻസ് വന്നാൽ കുറയും, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വന്നാൽ കുറയും, അതുപോലെ ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഡിസീസ്. ഓക്കെ, പല ഡിസീസിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊളസ്ട്രോൾ എന്ത് ചെയ്യും? വളരെ ലോ ആയി പോകും. അതൊക്കെ ഈ കണ്ടീഷൻസ് ഓർത്തിരിക്കുക. അങ്ങനെ എടുത്തൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. Then lipoproteins includes high density lipoprotein, low density lipoprotein and very low density lipoprotein are the proteins which transport fat in the bloodstream. ഇതൊക്കെ ആരാ? നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അതായത് ഫാറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രോട്ടീൻസ് ആണ് ആക്ച്വലി ഇതെല്ലാം. Yes, HDL is known as good cholesterol since it carries cholesterol from പെരിഫറൽ ടിഷ്യൂ. ആക്ച്വലി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചോദിക്കരുത്. അതായത് ലിപ്പിഡും പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിനെ ക്യാരി ചെയ്യുന്ന ആളാണ്, അതായത് അതിൻ്റെ അകത്തുള്ളിൽ എന്താണ് കൊണ്ടുപോകുന്നത്, അതായത് ഒരു വണ്ടിയാണ്, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താണ്? കൊളസ്ട്രോൾ ആണ്. സോ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ലിപ്പോ പ്രോട്ടീൻസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, HDL is known as good cholesterol since it carries cholesterol from peripheral tissues to liver for excretion. എന്തുകൊണ്ടാണ്? മെയിൻ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ എക്സാം സിമ്പിളാണ് എന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഗുഡ് കൊളസ്ട്രോൾ ഈസ് ചോദിച്ചിട്ട് HDL ആണോ LDL ആണോ എന്തുവാണ് ചോദിക്കും. അപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ എന്താണ്? HDL ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. HDLനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണമാണ് ജസ്റ്റ് പറഞ്ഞത്. കാരണം പെരിഫറൽ ടിഷ്യൂന്ന് നേരെ ലിവറിൽ കൊണ്ടുപോയി കളഞ്ഞേക്കെന്നും പറഞ്ഞ് കൊടുക്കുന്ന ആളാണ് HDL. ഓക്കെ, അതായത് നമുക്ക് ആവശ്യമില്ലല്ലേ, അധികമാണ് അവിടെ വേണ്ട, സെല്ലിൽ വേണ്ട, ആ പെരിഫറൽ ടിഷ്യൂസിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആളായതുകൊണ്ടാണ് എന്ത് പറയുന്നത്? HDL ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓപ്റ്റിമൽ ലെവൽ ഓഫ് HDL കൊളസ്ട്രോൾ ഈസ് അബൌവ് എത്രയാണ്? 60 mg/%. അതും ഓർത്തിരിക്കണേ, 60 mg/%. HDL cholesterol below the level of 40 mg/% may indicate the increased risk of coronary disease. അപ്പം ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അതായത് ഈ കൊഴുപ്പ് കൂടി വരുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ HDL കൊളസ്ട്രോൾ എന്തായിരിക്കും? സ്വാഭാവികമായിരിക്കും കുറവായിരിക്കും അല്ലേ? 40% താഴെയാണെന്ന് പറയുന്നത്. ഇനി LDL എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാരീസ് കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ലിവർ ടു എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂസ് ലീഡിങ് ടു അതെറോസ്ക്ലെറോസിസ്. ഓക്കെ, ഹെൻസ് LDL ഈസ് ടേംഡ് ആസ് ബാഡ് കൊളസ്ട്രോൾ. മറ്റേ നേരെ തിരിച്ച് ലിവറിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത് മറ്റു ടിഷ്യൂസിലോട്ട്, അതുകൊണ്ടാണ് LDL ബാഡ് കൊളസ്ട്രോൾ ആയത്. ദ ഡെസിറബിൾ ലെവൽ ഓഫ് LDL ഈസ് ലെസ് ദാൻ 100 mg/%. എത്രയേ പാടുള്ളൂ LDL? 100 mg/% താഴെ നിൽക്കണം. അപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ ഏതാണ്? HDL. ബാഡ് കൊളസ്ട്രോൾ LDL. HDLൻ്റെ അളവ് 60% കൂടുതലായിരിക്കണം, LDLൻ്റെ അളവ് 100% കുറവായിരിക്കണം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. Then triglycerides are set of fatty acids with glycerol. അപ്പോൾ ഞാൻ കുറേ തവണയായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആണ് വിത്ത് ഗ്ലിസറോൾ. എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ബോഡി. ബോഡിയിലുള്ള മോസ്റ്റ് കോമൺ ടൈപ്പ് ഫാറ്റ് ആണ് എന്ത്? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മോസ്റ്റ്ലി കം ഫ്രം ഫുഡിൽ നിന്ന് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിലുള്ളത് ആരാണ്? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ ആണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഹൈ ലെവൽസ് ഓഫ് ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ പീപ്പിൾ ഹു ഹാവ് ഹൈ കൊളസ്ട്രോൾ ലെവൽസ്. കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ അവിടെ ട്രൈഗ്ലിസറൈഡ്സും കൂടുതലായിരിക്കും. അതുപോലെ ഹേർട്ട് പ്രോബ്ലം, അതുപോലെ ഓവർ വെയ്റ്റ് ഓർ ഹാവ് ഡയബറ്റിസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കുമെന്ന്. ഇറ്റ്സ് ഡിസറബിൾ ലെവൽ ഈസ് ബിലോ 150 mg. ഓക്കെ, 150 mg താഴെയായിരിക്കണം. ഇൻ addition to serum total cholesterol, the measurement of HDL, LDL, triglycerides provide valuable information for the risk assessment of coronary heart disease. അതായത് ട്രൈഗ്ലിസറൈഡ്സ് മാത്രമല്ല, നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ HDL, LDL ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കൊറോണറി ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ലിപ്പിഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ഷോർട്ട് ആക്കുകയാണ്, സമയപരിമിതി കാരണമാണ്. കുറേ ദിവസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരെണ്ണം പോലും ഞാൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് ചെറുതായിട്ടാണെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. യെസ്, താങ്ക് യു. എല്ലാവരും പഠിക്കുക. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ടൈം വളരെ കുറവാണ്. മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നോക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.